കേരള ഗവൺമെൻറ്റിൻ്റെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമാണ്. പക്ഷേ ഇപ്പോൾ ആ തൂഫാൻ മുന്നോട്ട് നീങ്ങാനാവാതെ ഗതിമുട്ടി നിൽക്കുന്നത് കാണും. സംഭവം നിസാരമാണ്. 1-2 പ്രതികളെ പിടിച്ചു. അത് വലയിൽ നിൽക്കാത്ത പ്രതികളാണ് എന്ന് പതുക്കെയാണ് ആഭ്യന്തര വകുപ്പിന് മനസ്സിലാവുന്നത്. ഒരു മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലം മുതലുള്ള മീഡിയ ടീമിൻ്റെ സതീശൻ, VD സതീശൻ അതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം 500 ഗ്രാം MDMA അദ്ദേഹം മാത്രമല്ല കേട്ടോ, ഒറ്റയ്ക്കല്ല, വേറെ 1-2 കോൺഗ്രസ്സുകാരും കൂടെ ഉണ്ട്. ഒരു അബ്ദുൽ സലാമും ചെറിയ ആളല്ല. അദ്ദേഹം പെരുമ്പാവൂരിലൊരു കൊട്ടേഷൻ സംഘാംഗമാണ്. ഇവരെല്ലാവരും കൂടി 500 ഗ്രാം MDMA എറണാകുളത്ത് നിന്ന് വടക്കോട്ട് യാത്രയാവുന്നു. 7 ജില്ലകളുടെ വിതരണാവകാശം അവർക്കാണ്, ചെറിയ ആളുകളല്ല. അങ്ങനെ പോകുന്നു. ഓരോ ജില്ലയിലും മുഖ്യമന്ത്രിയുടെയുമായിട്ടുള്ള അടുപ്പം കാണിച്ച് അബ്ദുൽ സലാമും മുഹമ്മദ് ഹുസൈനും ഇതവസാനം കാസർഗോഡ് വരെ എത്തുന്നു. കാസർഗോഡ് എത്തുമ്പോൾ വിതരണം കഴിഞ്ഞ് 139 ഗ്രാമാണ്. അത് കാസർഗോഡ് വിതരണം ചെയ്യാനാണ്. പക്ഷെ അവിടെ നിന്ന് സ്വാധീനത്തിന് വഴങ്ങാത്ത ഏതോ പോലീസുകാരൻ അവരെ പിടിക്കുന്നു. ചുരുളഴിഞ്ഞ് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്നുള്ളതായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ. വിഷയം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും സാധാരണ പോലെ മുഖ്യമന്ത്രി പറയുന്നു, എനിക്കറിയില്ല. തെളിവുകൾ കാണിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, 2023 നവകേരള യാത്രയിൽ ക്രൂരമായി മർദ്ദനമേറ്റ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഫോൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മീഡിയ ടീമിൻ്റെ ആൾക്ക് ഇങ്ങനെ മർദ്ദനമേറ്റതായി ഏതെങ്കിലും ഒരു ചിത്രം അതൊന്നും ഒരു സ്ഥലത്തും കാണാനില്ല. പക്ഷേ ആ മീഡിയ കണ്ടില്ലെങ്കിലും സതീശൻ കണ്ടു എന്നാണ് സതീശൻ പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ വീണ്ടും പുറകോട്ട് നോക്കുമ്പോൾ നിരവധി ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ മുഖ്യമന്ത്രി ലുങ്കി ഉടുത്ത്, ടീഷർട്ട് ഇട്ട്, അല്ലെങ്കിൽ നിറമുള്ള ഷർട്ട് ഇട്ട്, അങ്ങനെ നിരവധി അവസരങ്ങൾ ഈ പറയുന്ന പ്രതിയുമായി നിൽക്കുന്നത് കാണുന്നു. അതൊക്കെ 2023 മുമ്പേ തന്നെ ഉള്ളതാണ്. അപ്പോൾ നിരവധിയായ ചിത്രങ്ങൾ കൃത്യമായി വരുന്നു. ഇവയൊക്കെയും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ മറ്റൊരാളോട് എങ്ങനെ പെരുമാറുമോ, വീടിനകത്ത് ഏറ്റവും ഇമ്മീഡിയറ്റായി റിലേഷനുള്ള ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്നു. ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്കറിയാം, ഈ പ്രതികളുടെ കോൾ ലിസ്റ്റ് പുറത്തു വരണം. അപ്പോൾ മാത്രമേ ഈ ബന്ധങ്ങൾ വരൂ. കാരണം ഒരു ചെറിയ മീനല്ല ഹുസൈൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ടാണ് വാങ്ങുന്നത്. ഇടനിലക്കാരില്ല MDMA വാങ്ങുന്നതിന്. നൈജീരിയക്കാരുമായി നിന്നാണ് മേടിക്കുന്നത് അവിടെ നിന്ന്. അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതി തായ്ലാൻഡ് അടക്കം, മലേഷ്യ അടക്കം നിരവധി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇതിലേതൊക്കെ യാത്രയ്ക്ക് പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും സൗകര്യങ്ങളും സഹായങ്ങളും കിട്ടിയിട്ടുണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതൊക്കെയും പുറത്തു വരണം. ഇതൊക്കെയും പുറത്തു വന്നില്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ്, അതാണല്ലോ തൂഫാൻ, അത് ഒരു ഇളംകാറ്റായി ഈ പ്രതികളെ തഴുകി അവസാനിച്ചാൽ ഒരു പോരാട്ടം കൂടി മയക്കുമരുന്നിനെതിരെ ഉള്ളത് നമ്മുടെ മണ്ണിലില്ലാതാവും. ഈ പുതിയ തലമുറയ്ക്ക് മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് തുടങ്ങിയ ഒരു പദ്ധതി മുഖ്യമന്ത്രി കാരണം ഇല്ലാതാവുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വരുന്ന ആളുകൾ അതിന് ഇനി എന്താണ് മുമ്പോട്ടെന്നുള്ളത് കാണിക്കും എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസവും അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളും നമ്മൾ കണ്ടത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം, അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഒരു പൗരൻ്റെ ഇന്ന് ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നത് കൂടുതലും സോഷ്യൽ മീഡിയയിലാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും എതിരായിട്ട് എന്തെങ്കിലും വന്നാൽ അവ അപ്രത്യക്ഷമാകുന്ന സാഹചര്യം വരുന്നു. അതൊക്കെ നീക്കം ചെയ്യുന്നു. വെറുതെ നീക്കം ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ല. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ്. ആരുടെയൊക്കെയാണ്? അവിടെ CJP, കോക്രോച്ച് ജനതാ പാർട്ടി, സമരം ചെയ്ത വിദ്യാർത്ഥികൾ, അവർ പ്രധാനമന്ത്രിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകങ്ങൾ അപ്രത്യക്ഷമാവുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹവുമായി ബന്ധമുള്ള മയക്കുമരുന്ന് സംഘവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നാൽ അത് അപ്രത്യക്ഷമാവുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ചില വാർത്തകൾ തിരിച്ചു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു എനിക്ക് പങ്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ വാർത്തയടക്കം നീക്കം ചെയ്യാൻ മോഡി തയ്യാറാവുന്ന ഒരു കാലമാണിത്. കാരണമുണ്ട്.
നമുക്കറിയാമല്ലോ, ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു വിവാദം വന്നത് വന്ദേ മാതരമാണ്. അത് കേരളത്തിൽ മുഴുവൻ പാടണമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു എന്ന് നിർദ്ദേശം വരുന്നു. അങ്ങനെ ഒരു സമീപനമില്ല എന്ന് ഗവൺമെൻറ് പറയുന്നു. എന്താണെങ്കിലും ആ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടില്ല. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ, അത് കർണാടകത്തിലും തെലുങ്കാനയിലും അതേപോലെ തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൃത്യമായി മുഴുവനായി വന്ദേ മാതരം പാടുന്നത് നമ്മൾ കാണുന്നു. മുഖ്യമന്ത്രിമാർ തടഞ്ഞില്ല. എന്തിന്? AICC ഓഫീസിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഖാർഗെയും കോൺഗ്രസിൻ്റെ എല്ലാമായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നിൽക്കുന്ന ചടങ്ങിൽ വന്ദേ മാതരം ഫുൾ ടെസ്റ്റ് പാടുന്നത് നമ്മൾ കേൾക്കുന്നു. കൈകൊണ്ട് അത് നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് സോണിയാഗാന്ധിയും ഖാർഗെയും. ആരൊക്കെ തടഞ്ഞാലും അവർ ആ പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. അവർ പറയുന്നു സേവാദളിനായിരുന്നു ഉത്തരവാദിത്വം. ഈ സേവാദൾ ആർക്കാണ് സേവ ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ സേവാദൾ മോഡിയുടെ സേവക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. ഇനി അത് നിൽക്കട്ടെ, വന്ദേ മാതരം അതിൻ്റെ വഴിക്ക് പോകട്ടെ. ചുവപ്പ് കോട്ടയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിൽ യൂത്ത് എന്നുള്ള വാക്ക് കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. CJPയുടെ സമരം വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തിൽ 52 തവണ ചെറുപ്പക്കാരെ പറ്റി പറയാൻ അദ്ദേഹം തയ്യാറായി. നല്ലതാണ്, ഒരു സംശയവുമില്ല, നല്ലതാണ്. പക്ഷേ അങ്ങനെ ചെറുപ്പക്കാരെ നന്നാക്കുമെന്ന് പറയുമ്പോൾ അതിൽ പുതിയ നിർദ്ദേശങ്ങളെങ്കിലും എന്തെങ്കിലും വേണ്ടേ? അതിലൊന്നും നമ്മൾ കാണുന്നില്ല. ഇന്നലകളിൽ ഇവിടെ നടപ്പിലായിരുന്ന ചില കാര്യങ്ങൾ, അതായത് ഓൺലൈനിൽ കൂടെയുള്ള പരിശീലനങ്ങൾ ഈ എൻട്രൻസുകാർക്ക് കൊടുക്കുമെന്ന് അത് നേരത്തെ തന്നെ ഉള്ളതാണ്. അതല്ലാതൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, അദ്ദേഹം ചില സ്വപ്നങ്ങൾ പറയും. എന്താണ്? 2047 ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റും. 5-8 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് 2030 ഇന്ത്യ ഈ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകുമെന്നാണ്. ഇപ്പോൾ അതെവിടെയോ പോയി മറഞ്ഞു. 2047 വികസിത ശക്തിയാക്കും. അതുമാത്രമല്ല, ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ 500 ഇൻഡസ്ട്രിയലിസ്റ്റുകളുണ്ടെങ്കിൽ അതിൽ 50 എണ്ണം ഇന്ത്യയിൽ നിന്നായിരിക്കണം എന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നു. സ്വപ്നങ്ങൾ നല്ലതാണ്. പക്ഷേ ആ സ്വപ്നങ്ങളിൽ എപ്പോഴെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരന് ഒരു നേരത്തെ ആഹാരം കിട്ടണം എന്ന് വേണ്ടേ? അവന് കിടക്കാനൊരു കിടപ്പാടം ഉണ്ടാവണമെന്ന് വേണ്ടേ? അവന് നാണം മറയ്ക്കാൻ അവന് തുണി ഉണ്ടാവണമെന്ന് വേണ്ടേ? അവൻ്റെ കുടുംബത്തെ പോറ്റാൻ അവനൊരു തൊഴിൽ കൊടുക്കണമെന്ന് വേണ്ടേ? ഇന്ത്യയിലെ ചെറുപ്പക്കാരൻ്റെ സ്വപ്നം അതാണ്. അവൻ്റെ കുടുംബത്തെ പോറ്റാൻ അവനൊരു തൊഴിലുണ്ടാവണം. ആ സ്വപ്നങ്ങൾ ഒരിക്കലും മോഡിയുടെ സ്വപ്നങ്ങളിൽ കടന്നു വരാറില്ല. ഇപ്പോൾ മോഡിയും മോഹൻ ഭഗവതും ഒക്കെ ചെറുപ്പക്കാരോട് സംവദിക്കാൻ സമയം കണ്ടെത്തുകയാണ്. മത്സരിച്ച് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർ കാലത്തിൻ്റെ മണിനാദം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. എവിടെയൊക്കെയോ BJPയുടെ സർക്കാരിന്, BJPയുടെ മുന്നണിക്ക് മുന്നോട്ട് പോകാനാവില്ല. ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്നും BJP തുടച്ചു മാറ്റപ്പെട്ടു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണൊരു വശം. മറുവശത്ത് കൃത്യമായി നമ്മൾ കാണുന്നു പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങൾ. അത് ഇന്ത്യൻ രാഷ്ട്രീയ നവമണ്ഡലത്തിൽ എവിടെ ഉയർന്നാലും ഭരണകൂടങ്ങൾ അവയെ തകർക്കാൻ ശ്രമിക്കും. സെപ്റ്റംബർ 1 ഡൽഹി മാർച്ചാണ്. ബദലാവു സെരൂരി. മാറ്റം അനിവാര്യമാണ്. സമരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPI ആണ്. സെപ്റ്റംബർ 1 ലക്ഷങ്ങൾ അവിടെ മാർച്ച് നടത്തും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് സഖാക്കൾ ഒഴുകാൻ ആരംഭിച്ചു കഴിഞ്ഞു. അവർ വാഹനങ്ങൾ ബുക്ക് ചെയ്തു. ഏറ്റവും ജനകീയമായി പോവാൻ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ട്രെയിനുകൾ ബുക്ക് ചെയ്തു. കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്. പണവും കൊടുത്തു, പണവും കൈപ്പറ്റി റെയിൽവേ. പക്ഷേ ഇപ്പോൾ പറയുന്നു ആ ട്രെയിനുകൾ സാങ്കേതിക കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങൾ എത്ര ട്രെയിനുകൾ ക്യാൻസൽ ചെയ്താലും, നിങ്ങൾ ഏതെല്ലാം അടിച്ചമർത്തലുകൾ കൊണ്ടുവന്നാലും, ഏതെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങളെ മാറ്റി നിർത്താൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകളെ ചങ്ങലയ്ക്കിടാം, കാലുകളെ ചങ്ങലയ്ക്കിടാം, നാവുകൾ പിഴുതെറിയാം. പക്ഷേ നാവുകളില്ലെങ്കിലും ഇല്ലാത്ത നാവ് വെച്ചും പ്രതിഷേധത്തിൻ്റെ സ്വരം ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഉയർത്താൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ സെപ്റ്റംബർ 1 പ്രതിഷേധത്തിൻ്റെ തീനാമ്പുകളായി ഡൽഹിയിലൂടെ മാർച്ച് ചെയ്യും. ഇവിടെ പ്രതിഷേധത്തിൻ്റെ തീനാമ്പുകളാണ് ഉയരുന്നതെങ്കിൽ അന്തർദേശീയ രംഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാട്ടുതീയുടെ അതിൻ്റെ ഭീകരമായ അവസ്ഥ നമ്മൾ കാണും. യൂറോപ്പിൽ കണ്ടു, ഇപ്പോൾ കാനഡയിൽ നടക്കുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് കൊളംബിയ ഏറ്റവും വലിയ ഭൂമികുലുക്കം കാണുന്നു. നിരവധി ആളുകൾ മരിക്കുന്നു, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, എല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഇതെല്ലാം പ്രകൃതി ഉണ്ടാക്കുന്ന നാശങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നമായി ഹോർമോസ് കടലിടുക്ക്. അമേരിക്ക തുടങ്ങി വെച്ച, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്ന് തുടങ്ങി വെച്ച ആ പ്രതിസന്ധി ഈ മേഖലയാകെ തകർക്കുന്നു. ലോകത്തെ തകർക്കുന്ന, ലോകത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായ ഉത്തരവാദിത്വം അമേരിക്കയുടെയാണ്. ഏത് കാലത്താവണമോ ഈ ജനനേതാക്കൾക്ക്, ഈ ലോക നേതാക്കൾക്ക് സമാധാനപരമായി നരവംശം മുന്നോട്ട് പോകുന്നതിനെപ്പറ്റി ആലോചിക്കാൻ, പ്രകൃതിയെ തകർക്കുന്ന, പ്രകൃതിയെ നശിപ്പിക്കുന്ന സംവിധാനങ്ങളിൽ നിന്നും മാറി അവയെ ഒഴിവാക്കി നാളേക്കും വേണ്ടി ഈ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുന്ന കാര്യങ്ങൾ, യുദ്ധത്തിലേക്ക് പോവാതെ, ആ നാശങ്ങളുണ്ടാക്കാതെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ അധ്വാനവും പണവും സമ്പത്തും ചെലവഴിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്ന നാളുകൾ എന്ന് കടന്നു വരുമോ ആവോ.